എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പോൾ SSCൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ C എക്സാമിനേഷൻ 2022. അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സാമിൻ്റെ സിലബസ് അടക്കം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയാണ് ആപ്ലിക്കേഷൻ ഫീസ്, ഏജ് റിലാക്സേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഡേറ്റ് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയത് 20-ാം തീയതി മുതലാണ്. 20/8/2022 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് 5/9/2022. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 5/9/2022 ആണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലാൻ 5/9/2022. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 6/9/2022. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് കറക്ഷൻ ചാർജസ് 7/9/2022. ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നവംബർ 2022. നവംബർ 2022 എക്സാം വരിക. ഇതിൻ്റെ വേക്കൻസീസ് ഇപ്പോൾ വന്നിട്ടില്ല, അത് ടെൻറ്റേറ്റീവ് ആണ്. പിന്നെ റിസർവേഷൻ എബിലിറ്റീസ് SC ST OBC EWS എക്സ് സർവീസ്മാൻ PWD തുടങ്ങിയവയൊക്കെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീൻ്റെ ഒക്കെ ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് ഇതിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ, സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ, സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ ഇതൊക്കെയാണ് വരുന്നത്. ഏജ് ലിമിറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിക്ക് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് 1/1/2022 ആ ഒരു ഇത് വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. 2/1/1992 മുതൽ 1/1/2004 വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D 18 മുതൽ 27 വയസ്സ് വരെയാണ്. 1/1/2022 മുതൽ 1/1/2022 പ്രകാരമാണ് ഏജ് കണക്കാക്കുന്നത്. 2/1/1995 മുതൽ 1/1/2004 വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ SC STക്ക് ഏജ് റിലാക്സേഷൻ 5 ഇയേഴ്സ്, OBC 3 ഇയേഴ്സ്, PWD അൺറിസർവ്ഡ് 10 ഇയേഴ്സ്, PWD OBC 13 ഇയേഴ്സ്, PWD SC ST 15 ഇയേഴ്സ്. എക്സ് സർവീസ്മാൻ 3 ഇയേഴ്സ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേർഡ് ഫ്രം ദ ആക്ച്വൽ ഏജ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഡിഫൻസ് പേഴ്സണൽ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻ ഡ്യൂറിംഗ് hostilities with any foreign country or in a disturbed area and released as a consequence thereof 3 years. Defense personnel disabled in operation during hostilities with any foreign country or in a disturbed area and released as a consequence thereof SC ST 8 years ആണ്. ഇത് ഗ്രൂപ്പ് സിൻ്റെതാണ് വരുന്നത്. ഗ്രൂപ്പ് സിൻ്റെതാണ് വരുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സിവിലിയൻ എംപ്ലോയീസ് അപ് ടു 40 ഇയേഴ്സ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് സിവിലിയൻ എംപ്ലോയീസ് SC ST അപ് ടു 45 ഇയേഴ്സ്. വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ് അപ് ടു 35 ഇയേഴ്സ് ആണ്. SC STക്ക് ആകുമ്പോൾ 40 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ വേണം. സെക്കൻഡറി എക്സാമിനേഷൻ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ssc.nic.in നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിന് ശേഷമാണ്
നമുക്ക് ഈ ഒരു ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിലേക്ക് വരുന്നത് സ്കാൻഡ് സിഗ്നേച്ചർ JPG ഫോർമാറ്റ് 10 to 20 KB. ഇമേജ് ഡയമെൻഷൻ ഓഫ് ദ സിഗ്നേച്ചർ ഷുഡ് ബി അബൌട്ട് 4.0 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ബൈ 2 സെൻറ്റിമീറ്റർ ഹൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് വിത്തൗട്ട് ക്യാപ്പ് ആൻഡ് സ്പെക്ടാക്കിൾസ്, അതിൻ്റെയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5/9/2022 ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. വുമൻ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC, ST, PWD, ESM ഇതൊക്കെ റിസർവേഷനിൽ വരുന്നതാണ്. അത് അവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല. പിന്നെ ഈ ഫീ പേ ചെയ്യാൻ പറ്റുന്നത് ഭീം, UPI, നെറ്റ് ബാങ്കിങ് ഓർ ബൈ യൂസിങ് വിസ, മാസ്റ്റർ കാർഡ്, റൂപേ കാർഡ് തുടങ്ങിയവയിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഫീ പേ ചെയ്യേണ്ടത് 6/9/2022 പിന്നെ അതുപോലെ തന്നെ കറക്ഷൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ, നമുക്ക് കേരള റീജിയനിലാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കാം. കേരള കർണാടക റീജിയനിൽ വരുമ്പോൾ ഇവിടെ വരുന്നത് ಬೆಳಗಾವಿ, ಬೆಂಗಳೂರು, ಹುಬ್ಬಳ್ಳಿ, കലബുർഗി, മംഗളൂരു, മൈസൂരു, ശിവമൊഗ്ഗ, ഉടുപ്പി, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയാണ് വരുന്നത്. നമ്മൾ വരുന്നത് കേരള കർണാടക റീജിയനാണ് വരുന്നത്. പിന്നെ ഇവിടെ എക്സാമിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, OMR എക്സാം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ പാർട്ട് 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്കാണ് വരുന്നത്, 50 ക്വസ്റ്റ്യൻസ്. പിന്നെ സെക്കൻഡിൽ ജനറൽ അവയർനെസ് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻസ്, 2 ഹവേഴ്സാണ്. അടുത്ത സെക്ഷനിൽ മൂന്നാമത്തെ സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്കാണ് വരുന്നത്. അപ്പം ഈ മൊത്തത്തിൽ 200 മാർക്കിൽ 2 മണിക്കൂർ എക്സാമാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ഓൺലി. ദ ക്വസ്റ്റ്യൻസ് വിൽ ബി സെറ്റ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്ക്, നെഗറ്റീവ് മാർക്ക് 0.25, അതായത് 4 തെറ്റിയാൽ 1 മാർക്ക് പോകും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആൻസർ കീയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ 100 രൂപ പേ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആൻസറിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കറക്റ്റായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, സ്കിൽ ടെസ്റ്റിന് അടുത്ത് വരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെനോഗ്രാഫർ D, ഗ്രേഡ് Dക്ക് ഇംഗ്ലീഷിൽ ടൈം ഡ്യൂറേഷൻ 50, മിനിറ്റാണ് വരുന്നത്. പിന്നെ ഇത് 100 വേർഡ്സ് പെർ മിനിറ്റാണ് വരുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Cക്കാണെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റും, പിന്നെ സ്റ്റെനോഗ്രാഫർ അതായത് the candidates who are shortlisted in computer based examination will be required to appear the skill test for stenography. The candidate will be given one dictation for 10 minutes in English or Hindi. അതായത് 10 മിനിറ്റ് ഡിക്റ്റേഷനാണ് വരുന്നത്. at the speed of 80 words per minute for the post of stenographer grade C. ഗ്രേഡ് Cക്ക് 80 words per minute, പിന്നെ 100 words per minute. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Dക്ക് 80 വേർഡ്സ് പെർ മിനിറ്റാണ് വരുന്നത്. ട്രാൻസാക്ഷൻ ടൈമാണ്, ട്രാൻസ്ക്രിപ്ഷൻ ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട സമയം 50 മിനിറ്റാണ്. സ്റ്റെനോഗ്രാഫർ D 50 മിനിറ്റ് ഇംഗ്ലീഷിലാണെങ്കിലും, സ്റ്റെനോഗ്രാഫർ D ഹിന്ദിയിലാണെങ്കിൽ 65 മിനിറ്റ്, സ്റ്റെനോഗ്രാഫർ C
ഇംഗ്ലീഷ് 40 മിനിറ്റാണ് വരുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഹിന്ദി ആണെങ്കിൽ 55 മിനിറ്റാണ് വരുന്നത്. സ്ക്രൈബിനാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം പ്രൂഫായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അത് വരുന്നത് ആധാർ കാർഡ്, പ്രിൻ്റ് ഔട്ട് ഓഫ് ഈ ആധാർ, വോട്ടേഴ്സ് ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, സ്കൂൾ ഓർ കോളേജ് ഐ ഡി കാർഡ്, എംപ്ലോയർ ഐ ഡി കാർഡ്, എക്സ് സർവീസ്മാൻ ഡിസ്ചാർജ് ബുക്ക് issued by Ministry of Defence, any other photo bearing ID card issued by the state government അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ ഫോട്ടോ ഐ ഡി കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത്രയാണ് കാര്യങ്ങൾ വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്